രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വീണ്ടും കത്തിപ്പടരുകയാണല്ലോ. ഈ വിവാദം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഫ്യൂസ് വരുമോ? എന്താ തോന്നുന്നത്? ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള ഈ ശബ്ദരേഖയും ചാറ്റും തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രതിരോധത്തിലാക്കുന്നത് തന്നെയാണ്. രാഹുലിന്റെ തട്ടകായിട്ടുള്ള പാലക്കാട് ഇതിന്റെ അലിയൊലി വോട്ടിങ്ങിൽ പ്രതിഫലിച്ചാല് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് ഭരണ തുടർച്ച എളുപ്പമാവും. അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ചാലും ഇല്ലെങ്കിലും പാലക്കാട് മണ്ഡലത്തില് BJP അട്ടിമറി വിജയം നേടാനുള്ള എല്ലാ സാധ്യതയും നിലവിലുണ്ട്. മറ്റിടങ്ങളിൽ ഈ വിവാദം ഇടതുപക്ഷത്തിനാണ് ഗുണം ചെയ്യുക. യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതായി പുറത്തു വന്ന ശബ്ദരേഖ തന്റേതല്ലെന്ന് നിഷേധിക്കുന്നതിന് പകരം ഈ ചോദ്യം അവഗണിക്കുകയാണ് മാങ്കൂട്ടത്തില് ഇപ്പോഴും ചെയ്തിരിക്കുന്നത്. പുതുതായി ഒന്നും പുറത്തു വന്നിട്ടില്ലെന്നും അന്വേഷണവുമായി താൻ സഹകരിക്കുന്നുണ്ടെന്നുമുള്ള രാഹുലിന്റെ മറുപടിയിൽ തന്നെ എന്തൊക്കെയോ രാഹുൽ ഒളിപ്പിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. ശബ്ദരേഖ നിഷേധിക്കുന്നുണ്ടോ എന്ന് മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടും രാഹുൽ ഉത്തരം നൽകാതിരുന്നതും അതുകൊണ്ടാണ്. ഇപ്പൊ ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്ത ശരിയാണെങ്കിൽ ഇരയായ സ്ത്രീ പരാതി നൽകാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തില് അറസ്റ്റിലാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് കാലമായതിനാല് മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായാൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഗതി തന്നെ മാറി അത് MLAയുടെ അറസ്റ്റിൽ കേന്ദ്രീകരിക്കുമെന്നതും ഉറപ്പാണ്. ഇത്തരം ഒരു സാഹചര്യം കോൺഗ്രസിനെയും UDFനെയുമാണ് പ്രതിരോധത്തിലാക്കുക. ആരോപണം വന്നപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് സംഘടനാ നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ആ നടപടി ഫലത്തില് കടലാസിൽ പോലും ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. പാലക്കാട് തിരിച്ചെത്തിയ മാങ്കൂട്ടത്തില് പൂർവാധികം ശക്തിയോടെയാണ് പ്രവർത്തന രംഗത്ത് സജീവമായിരുന്നത്. അതിന് അദ്ദേഹത്തിന് പിന്തുണ നൽകി കട്ടക്കൊപ്പം നിൽക്കുന്നത് ഷാഫി പറമ്പിൽ MPയും പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകരുമാണ്. ഈ പിന്തുണയെ തന്നെയാണ് ഇടതുപക്ഷവും BJPയും ഇപ്പൊ ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വമാണ് ഇപ്പോ ശരിക്കും പ്രതിരോധത്തിലായിരിക്കുന്നത്. മാങ്കൂട്ടത്തിന്റെ പുതിയ ശബ്ദരേഖയും ചാറ്റും പുറത്തു വന്നത് അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരം പാലക്കാട് സ്മൈൽ ഭവന പദ്ധതിയുടെ തറക്കല്ലിടലിനെത്തിയ നടിമാർക്ക് കൂടി ഇപ്പൊ വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വെളുക്കാൻ തേച്ചത് പാണ്ടായ ഒരവസ്ഥയില്ലേ, അതുപോലത്തെ ഒരവസ്ഥയാണിത്.